Hi friends, we have Dolby DTS 5.1 home theater assembly. In the preamp section, we have board. We have a remote kit. This is a remote kit display board. This is the motherboard. This board is a remote kit. Bluetooth USB. This is a USB Bluetooth module. We add amplifier connect the gain and issue on 6-channel gainer board connect Dolby Dts support Dolby Dts support DSP card add പിന്നെ ഇതിൽ എല്ലാത്തിനും വേണ്ടി വരുന്ന പവർ സപ്ലൈക്ക് ആയിട്ട് ഒരു പവർ സപ്ലൈ സെക്ഷൻ നമ്മൾ വേറെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിനൊക്കെയുള്ള വയറിംഗ് ഇത് ഡോൾബി ഡിടിഎസിന്റെ വയറിംഗ് കിറ്റ്, ഇത് റിമോട്ട് കിറ്റിന്റെ വയറിംഗ് കിറ്റ്, അങ്ങനെ ഇതുപോലെ ഒരുപാട് ബോർഡുകളെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മളൊരു ഡോൾബി ഡിടിഎസിന്റെ ഒരു 5.1 ആംപ്ലിഫയറിന് വേണ്ടുന്ന ഒരു പ്രീആംപ് നമ്മൾ റെഡിയാക്കുന്നത്. Okay, അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വയറിംഗ് വരുന്നുണ്ട്, ഒരുപാട് കണക്ഷൻസ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് വർക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മറന്നേക്കൂ, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, എല്ലാം നമ്മൾ കളഞ്ഞു. ഇതിൻ്റെ എല്ലാം പരിഹാരമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കോമ്പാക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡോൾബി DTSന്റെ സിംഗിൾ ബോർഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ആ ഒരു കിറ്റ്. വളരെ സിമ്പിളായിട്ട് വളരെ സൈസ് ചെറുതാണ്, ഒരുപാട് ഡിജിറ്റൽ ഇൻപുട്ടുകളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് Geestarന്റെ ഒരു 5.1 ഡീകോഡർ കിറ്റാണ്. ഇന്ന് ഇതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു പാക്കിങ്ങിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. നമുക്ക് തുറന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഈ പാക്കിങ്ങിൽ ഉള്ളത് എന്ന് നോക്കാം. കുറേ അധികം എക്സ്ട്രാ ആക്സസറീസും എല്ലാം ഈ കൂടെ വരുന്നുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് പാനലാണ്. വേറൊരു പാക്കിൽ കുറച്ച് ഐറ്റംസ്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. ഇത് കണക്ടർ വയറുകൾ, റിമോട്ട്, മറ്റൊരു പാനൽ, ഇത് ബാക്ക് പാനലാണ്. പിന്നെ നമ്മുടെ ഈ ഡീകോഡർ ബോർഡ്. ഇത്രയാണ് ഈ പാക്കിങ്ങിൽ വരുന്നത്. എന്തായാലും നമ്മുടെ ഈ ബോർഡ് തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം. മറ്റ് ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പാനലാണ്. ഇപ്പം നമ്മളൊരു ക്യാബിനിലേക്കൊക്കെ ആണെങ്കിൽ ആ ക്യാബിനിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് അതിലേക്ക് വെച്ചിങ്ങനെ സ്ക്രൂ ചെയ്യാവുന്ന ഒരു രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്. ഒരു കൺട്രോൾ നോബ് കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ബാക്ക് പാനൽ. ഇത് രണ്ടും ആക്രിലിക്കിൻ്റെ തന്നെ പാനലാണ്, ഒരു ഫ്രണ്ടും ഒരു ബാക്കും. പിന്നെ കുറച്ച് നട്ട് ബോൾട്ട് സ്ക്രൂ അങ്ങനെ ഐറ്റംസുകളുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്റ്റിംഗ് വയറുകളാണ് കൂടെ ഉള്ളത്. ഇത് ഈ ഫ്രണ്ട് പാനലിൽ ഇവിടെ ഇങ്ങനെ 4 സ്വിച്ച് വരുന്നുണ്ട്. ആ സ്വിച്ചിൻ്റെ നോബാണിത്. പിന്നെ ഉള്ളത് റിമോട്ടാണ്. റിമോട്ട് നല്ല സ്റ്റൈലിഷായിട്ട് റിമോട്ട് ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി വളരെ നല്ലതാണ്. നോക്കിക്കുക, നല്ല നോർമലി ഒരു റിമോട്ട് ഇതുപോലെ കിറ്റിലൊക്കെ വരുന്ന പോലത്തെ ആ ഒരു ക്വാളിറ്റി അല്ല, നല്ല ക്വാളിറ്റി വെച്ചാൽ നല്ല ടച്ചൊക്കെ ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടച്ചാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റിമോട്ട് തന്നെയാണ്. Geestarൻ്റെ ഒരു ലോഗോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫംഗ്ഷനൊക്കെ പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് Geestarൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു 5.1 ഡോൾബി DTSൻ്റെ ഒരു റിമോട്ട് കിറ്റ്. ഇതിനകത്ത് 6-channel DSP എല്ലാം ഉൾപ്പെട്ട് വരുന്ന ഒരു ബോർഡാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അത്രയും അധികം ബോർഡുകൾ കംപ്ലീറ്റ് ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇത് റാമാണ്.
ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ വരുന്നുണ്ട്. നമ്മൾ ഒരു 2.1 റിമോട്ട് കിറ്റിൻ്റെ ഏകദേശം ഒരു സാമ്യം ഇതിനുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ കമ്പോണൻറ്റും കൂടുതൽ വലിപ്പവും ഇതിന് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ബോർഡ് വന്നിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ നമ്മുടെ മെയിൻ ബോർഡാണ്. ഇതാണ് മദർ ബോർഡ്. ഇതിനകത്താണ് പ്രോസസ്സർ കാര്യങ്ങളിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഇത് മൈക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് റോട്ടറി എൻകോഡർ ഉള്ളത്. ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലും ഡിസ്പ്ലേ ആയിട്ടുള്ള ആ ഒരു മോഡ്യൂൾ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് PCB ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഇപ്പോൾ ഇത് ഡിസ്പ്ലേ മോഡ്യൂൾ മാത്രമായിട്ട് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്. നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഇതിലും 2 മൈക്കിൻ്റെ ഒരു ബോർഡ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് റോട്ടറി എൻകോഡറാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോർഡ്. ഇതിൽ കണക്ഷനൊക്കെയായിട്ട് എല്ലാം നല്ല കറക്റ്റായിട്ടുള്ള RMC കണക്റ്റേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി PCB തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഇൻപുട്ട് വരുന്നത് 2 CO-AXIAL ഇൻപുട്ടും അതുപോലെ തന്നെ 2 OPTICAL ഇൻപുട്ടും ഒരു HDMI IRCയും ഇവിടെ ഒരു സ്റ്റീരിയോ ഇൻപുട്ടും അതായത് ഒരു ഓക്സും ആണ് ഇതിൽ ഇൻപുട്ടായിട്ട് വരുന്നത്. ഇതിനു മുമ്പുള്ള മറ്റ് പല പ്രോഡക്റ്റിലും ഇതെല്ലാം ഒരു HDMI IRC, ഒരു OPTICAL, ഒരു CO-AXIAL അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിലാകുമ്പോൾ അതെല്ലാം കുറച്ചും കൂടി അധികം എണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് USB ബ്ലൂടൂത്ത് സപ്പോർട്ടിംഗ് ആണ്. ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ജാക്കുകളും നമ്മുടെ മെയിൻ ഡിസ്പ്ലേ യൂണിറ്റിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ എല്ലാം ഇവിടെയുള്ളത്. ഇത് പവർ സപ്ലൈ ജാക്കാണ്. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് പാനൽ വരുന്നത്. ഡിസ്പ്ലേ യൂണിറ്റാണിത്. ഇത് കുറച്ച് നല്ല വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ യൂണിറ്റാണ്. ഇത് ബാക്ക് ലൈറ്റ് LCD ടൈപ്പ് അല്ല, ഇത് ട്രൂ LED ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ മോഡ്യൂളാണിത്. പിന്നെ ഇവിടെ ഡോൾബി ഡിജിറ്റലും അതുപോലെ ഡോൾബി PCM അതെല്ലാം ഡോൾബി DTS ഇതെല്ലാം ഇവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതുപോലെ USB ബ്ലൂടൂത്ത് ഓക്സി FM-ൻ്റെ ഒക്കെ ഇൻഡിക്കേഷൻ എല്ലാം ഇത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ USB കണക്ട് ചെയ്യാനുള്ള പോർട്ട്. പിന്നെ 4 മൈക്രോ സ്വിച്ച് ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട്. റിമോട്ട് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ ഫംഗ്ഷനും നമുക്ക് വിത്ത് ഈ ഒരു കീയിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് ഇതിൻ്റെ IR സെൻസർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ റോട്ടറി എൻകോഡർ. ഈ റോട്ടറി എൻകോഡർ വഴി നമുക്ക് ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മെനുവിലും നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. വോളിയം കൺട്രോൾ, മാസ്റ്റർ വോളിയം കൺട്രോളും അതുപോലെ ഇൻഡിപെൻഡൻറ്റ് വോളിയം കൺട്രോളായിട്ടെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഒറ്റ കൺട്രോളാണ്. അത് ഇതിനുപരിയായിട്ട് നമുക്ക് റിമോട്ടിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് അതിൻ്റെ ഒരു മൈക്കിൻ്റെ ഒരു ബോർഡാണ്. പക്ഷേ മൈക്കിൻ്റെ സോക്കറ്റ് നമുക്ക് ഈ കൂടെ അവർ തന്നിട്ടില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു റിമോട്ടിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി നമ്മൾ എന്തായാലും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റിമോട്ടാണ്. ഇതിൻ്റെ ബട്ടണൊക്കെ ആണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടണുകൾ തന്നെയാണ് വരുന്നത്. ഇത് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഡ്യൂറബിലിറ്റി നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ. ഈ ഫ്രണ്ട് പാനലിൽ നമ്മൾ ഈ ഡിസ്പ്ലേ എടുത്തിട്ട് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്യുകയാണ് പതിവ്. USB-ക്കുള്ള കട്ടിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഈ കോർണറിൽ നമ്മൾ ജസ്റ്റ് സ്ക്രൂ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയായിരിക്കും. ഇതിനോടൊപ്പം കുറേ സ്ക്രൂവും ഐറ്റംസും തന്നിട്ടുണ്ട്. അത് ഈ പാനൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഈ ഹോളിൽ സ്വിച്ചിൻ്റെ ഈ ഹോളിൽ വരുന്ന ചെറിയ നോബ്സാണ്. ഇതിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് പാനൽ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് പാനൽ. ഈ ബാക്ക് പാനലിലേക്കാണ് നമ്മൾ ഈ മെയിൻ ബോർഡ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് സൈസിനുള്ള കട്ടൗട്ടുകളും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ അങ്ങ് ചേർത്ത് വെച്ചിട്ട്
ഇത് കറക്റ്റ് സ്യൂട്ടായിട്ടുണ്ട്. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ 2 ഹോളിൽ നമ്മൾ സ്ക്രൂ ചെയ്താൽ മതി. അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കിറ്റിൻ്റെ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ക്യാബിനിലേക്ക് കണക്ട് ചെയ്യാനൊക്കെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ്. ഇങ്ങനെ ജസ്റ്റ് ഈ ബോർഡ് അറ്റാച്ച് ചെയ്തിട്ട് ഇത് ആ ക്യാബിനിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് ഈ 4 സ്ക്രൂ നമ്മളിവിടെ കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ അലങ്കി സ്ക്രൂ വരുന്നത് ഇതെല്ലാം നമുക്ക് ഈ കിറ്റിൻ്റെ കൂടെ ഇവർ തരുന്നുണ്ട്. ഇതിനോടൊപ്പം വരുന്ന ഈ വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതിൽ ഇത്രമാത്രം കണക്ഷനെ കൊടുക്കേണ്ടതുള്ളൂ. ഇത് മെയിൻ ബോർഡിൽ നിന്ന് ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷനാണ്. അത് നമ്മൾ ഇവിടെ ഡിസ്പ്ലേയുടെ ഈ പോയിന്റിൽ കണക്ട് ചെയ്തു. ഇവിടെ റോട്ടറി എൻകോഡർ കണക്ട് ചെയ്യാനുള്ളതാണ്, അതും കണക്ട് ചെയ്തു. പിന്നെ ഇവിടെ വരുന്നത് ഇത് പവർ സപ്ലൈക്കുള്ള പോയിൻ്റാണ്, ഇതും കണക്ട് ചെയ്തു. പിന്നെ ഇവിടെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇത് 5.1 ഔട്ട്പുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് കോമൺ ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇതിൻ്റെയോടൊപ്പം കൊടുത്തിരിക്കുന്ന ഇങ്ങനെ ഒരു വേറൊരു RMC കണക്ട് കൊടുത്തിട്ടുണ്ട്. ഈ കണക്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഏതൊരു 5.1 ആംപ്ലിഫയറിലും ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത്ര മാത്രമേ അതിൻ്റെ കണക്ഷൻസ് വരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷൻസ് മാത്രമാണ്. ഇതാണ് പവർ സപ്ലൈ. ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 9 മുതൽ 26 വോൾട്ട് 9 മുതൽ 26 വോൾട്ട് വരെ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിന് ഇവിടെ പവർ സപ്ലൈ സെക്ഷനിൽ ഇവിടെ പവർ സപ്ലൈ സെക്ഷനിൽ അതിനുള്ള റെഗുലേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ 26 വോൾട്ടൊന്നും ഇതിനകത്തേക്ക് കൊടുക്കുന്നത് ശരിയായിട്ടൊരു കാര്യമല്ല. നമുക്കൊരു 12 വോൾട്ട് ഇതിലേക്ക് കൊടുത്താൽ മതിയാവും. കാരണം 26 വോൾട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ റെഗുലേറ്റർ നന്നായിട്ട് ഹീറ്റ് ആവാനും ഒക്കെ ഉള്ള ചാൻസ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 12 വോൾട്ട് മാത്രം നമുക്ക് ഇവിടെ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് പവർ കൊടുത്തൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ നമ്മളിതിലേക്ക് കൊടുക്കുകയാണ്. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് വയർ. ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോളാരിറ്റി ഒരിക്കലും മാറിപ്പോകരുത്. ഇത് 9 to 26 വരെയുള്ള പോസിറ്റീവ് വോൾട്ടും ഇവിടെ ഗ്രൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോളാരിറ്റി കൃത്യമായിട്ട് നോക്കി കൊടുക്കുക. 12 വോൾട്ട് സപ്ലൈ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്, എന്തൊക്കെ ഓപ്ഷനോ ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ബ്ലൂടൂത്തിലാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഇത് കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, നല്ല ലൈറ്റ് ഇവിടുന്ന് വരുന്നതുകൊണ്ടാണ്. ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബ്ലൂടൂത്തിലാണ് ഇത് സെലക്ഷൻ ആയിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് മറ്റ് എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ റിമോട്ട്, ഈ റിമോട്ടിൽ നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഈ റിമോട്ട് ഫംഗ്ഷനിങ് ആണെന്ന് അറിയാൻ റെഡ് ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻപുട്ടുകൾ ഏതൊക്കെയൊന്ന് നോക്കാം. റിമോട്ടിലാണ് ഞാനിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് OPTICAL 1, OPTICAL 2, പിന്നെ ARC കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോ ഡിറ്റക്ഷനാണ് വരുന്നത്. പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരില്ല. പിന്നെ ഉള്ളത് CO-AXIAL 1, CO-AXIAL 2, പിന്നെ USB. അത് USB കണക്ട് ചെയ്താലാണ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ഷനാണ് USB. അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഓക്സ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് തന്നെ ഓക്സിലേക്ക് പോവാം, FM-ലേക്ക് പോവാം. പിന്നെ ഈ കാണുന്നത് ഇത് 6 ചാനലിൻ്റെ വോളിയമാണ്. ഈ റിമോട്ട് കിറ്റിന് മാത്രം ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ മറ്റ് റിമോട്ട് കിറ്റിൽ എങ്ങനെയാണ് ഫ്രണ്ടിൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, റിയറിൻ്റെ വോളിയവും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ സബ് സെൻറ്റർ എല്ലാം ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ട് ലെഫ്റ്റിൻ്റെ സെപ്പറേറ്റ് ആയിട്ടും ഫ്രണ്ട് റൈറ്റിൻ്റെ സെപ്പറേറ്റ് ആയിട്ടും വോളിയം അത് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതിപ്പോൾ ഫ്രണ്ട് ലെഫ്റ്റിൻ്റെ ആണെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റിൻ്റെ വോളിയം നമുക്കിങ്ങനെ 32 വരെ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് കൊണ്ടുവന്ന് ഫ്രണ്ട് ലെഫ്റ്റിൻ്റെ മാത്രമായിട്ട് വോളിയം നമുക്ക് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഫ്രണ്ട് റൈറ്റിൻ്റെ ആണെങ്കിൽ ഇത് കണ്ടു, ഇവിടെ ഫ്രണ്ട് റൈറ്റിൽ നിന്ന് വന്നു. ഫ്രണ്ട് റൈറ്റിൻ്റെ വോളിയം നമുക്കിവിടെ കൂട്ടാം, 32 വരെയായി. അതുപോലെ തന്നെ കുറയ്ക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഒരു 15 ഫ്രണ്ട് റൈറ്റ് 15 വെച്ചെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റിൻ്റെ നോക്കിക്കേ, ഫ്രണ്ട് ലെഫ്റ്റിൻ്റെ നമുക്ക് 13 സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സറൗണ്ട് ലെഫ്റ്റ് വോളിയം കൂട്ടാം, കുറയ്ക്കാം. അതുപോലെ തന്നെ സറൗണ്ട് റൈറ്റ് സൈഡ്
അതിൻ്റെ അത് ഫുൾ വോളിയം കിടക്കുന്നത്. സറൗണ്ട് റൈറ്റ് മാത്രമായിട്ട് നമുക്ക് കുറയ്ക്കാം. പിന്നെ നോർമൽ റിമോട്ട് പോലെ തന്നെ സെൻറ്ററിൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കാം, സബ് വൂഫറിൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് ഇതിനകത്ത് എക്സ്ട്രാ വന്ന മറ്റൊരു റിമോട്ട് കിറ്റിനകത്തും ഞാൻ ഇങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. ഇത് മാസ്റ്റർ വോളിയം 32 വരെയാണ് മാസ്റ്റർ വോളിയം ഉള്ളത്. നെക്സ്റ്റ് പ്രീവിയസ് ഫംഗ്ഷനൊക്കെ ഉണ്ട്. അത് USB ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പ്രീവിയസ് നമുക്ക് ഫംഗ്ഷൻ ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഷഫിൾ പ്ലേ ഓൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ എല്ലാം ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് 5.1ൻ്റെ ഓപ്ഷനാണ് വരുന്നത്. 5.1 അല്ലെങ്കിൽ 2.1 ചെയ്യാനുള്ളത്. ഇതിനകത്ത് 2.1 ആയിട്ടും 2 ചാനലായിട്ടും 5.1 ആയിട്ടും നമുക്കിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത്. നമുക്ക് ബ്ലൂടൂത്ത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. മോർ സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് GS782 പെയർ സെറ്റുമായിട്ട് പെയറായിട്ടുണ്ട്. വളരെ കുറച്ച് കണക്ഷൻസ് മാത്രമേ നമുക്കിനത് ചെയ്യാനുള്ളൂ. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ഈ Geestarൻ്റെ ഈ 5.1 ഡോൾബി DTS റിമോട്ട് കിറ്റിൻ്റെ ആ ഒരു ഫീച്ചേഴ്സും മറ്റ് കാര്യങ്ങളൊക്കെ. ഇതിലുപരിയായിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും, അതുപോലെ ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് കാര്യങ്ങൾ, അതുപോലെ നമ്മളിപ്പോൾ USB ഒന്നും കണക്ട് ചെയ്തില്ല, USB ഒക്കെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഓഡിയോ പെർഫോമൻസ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഈ Geestarൻ്റെ തന്നെ ഒരു 2.1 കിറ്റ് HDMI സപ്പോർട്ടൊക്കെ ഉള്ള 2.1 കിറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതും Geestarൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡ്യൂളാണ്. ഒരുപാട് പ്രത്യേകതകളും ഉള്ള ഒരു മോഡ്യൂൾ കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.